അമൽ, ഒറ്റ കാര്യമേ ഉള്ളൂ. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പുറത്താണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും ഈ ദിവസങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും ഈ നോമിനേഷൻ നൽകുമ്പോഴുള്ള തർക്കങ്ങളിൽ പോലും ഏറ്റവും മുൻപന്തിയിൽ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ ജനപ്രതിനിധിയെ സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന ഈ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇനി എന്താണ് കേൾക്കേണ്ടത്? ഈ പരാതി മുഖ്യമന്ത്രിക്ക് രേഖാമൂലമുള്ള പരാതി എത്തിയതിനു ശേഷം പോലീസിലേക്ക് പരാതി കൈമാറിയതിനു ശേഷം കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണ് എന്ന് തന്നെ പറയാം. കെ മുരളീധരനെ പോലെ ഒരു വിഭാഗം നേതാക്കൾ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകളൊക്കെ അതിശക്തമായ നിലപാട് രാഹുലിനെതിരെ സ്വീകരിക്കുന്നു. മാത്രമല്ല, രാഹുൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല നിലവിൽ എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നു. മാറി നിൽക്കണം, പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ മറ്റൊരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുകയാണ്. അവരെല്ലാം കോടതിക്ക് വിടുകയാണ്. കോടതി തീരുമാനമെടുക്കട്ടെ, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും വരെ ഇപ്പോഴത്തെ നടപടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു നടപടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. ആ നേതൃത്വത്തിന് മുന്നിലേക്കാണ് പുതിയ പരാതി എത്തുന്നത്. പുതിയ പരാതിയിൽ മധു നേരത്തെ നടത്തിയ പരാമർശമടക്കം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായും നേതൃത്വം ഇനി ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു തന്ത്രം. ഇപ്പോൾ ഈ പരാതി DGPക്ക് കൈമാറി എന്ന് പറയുന്നത് ഒരു പ്രതിരോധ തന്ത്രമായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇനിയിപ്പോൾ KPCC അധ്യക്ഷനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോടോ ഈ വിഷയത്തിലെ പ്രതികരണം തേടുമ്പോൾ, പുതിയ പരാതിയെ പറ്റിയുള്ള പ്രതികരണം തേടുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പരാതി DGPക്ക് കൈമാറുക എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണമായിരിക്കും നൽകാൻ കഴിയുക. രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തായിരുന്നു? ഏറ്റവും വലിയ കോൺഫിഡൻസ് ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നായിരുന്നു. ഈ ഓഡിയോ എന്റേതല്ല എന്ന് പറയുന്നില്ല, ആ ചാറ്റ് എന്റേതല്ല എന്ന് പറയുന്നില്ല, ആ സ്ക്രീൻഷോട്ടുകൾ എന്റേതല്ല എന്ന് പറയുന്നില്ല, എന്റെ ചിത്രമല്ല എന്ന് പറയുന്നില്ല, ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. റേപ്പ് നിയമവിരുദ്ധമാണ്. ആദ്യത്തെ ജാമ്യ ഹർജിയിൽ രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാധു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ്. അതായത് ഈ പറയുന്ന രണ്ടുപേരുടെ പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആ ചാറ്റിൽ നിന്നും തെളിയിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനടക്കം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആ ഒരു കാര്യം നിലനിൽക്കില്ല എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ വാദം. കാരണം പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടി വിവാഹിതയാണ്, അതിനുശേഷം പിന്നീടും എങ്ങനെയാണ് എന്നുള്ള ഒരു തത്വമൊക്കെയാണ് രാഹുലിനൊപ്പമുള്ളവരും അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാൻ പോകുമ്പോൾ നാളെ കോടതി ഇത് പരിഗണിക്കുന്നു, കോടതി ആ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയല്ല, ഈ പെൺകുട്ടി പഠിക്കുന്നയാളാണ്. പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകുന്നു, നാട്ടിലെത്തുമ്പോൾ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ സിസ്റ്റമാറ്റിക്കലി ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയാണ്. അതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി അവിടെ പീഡനം നടക്കുന്നു. ആ പീഡനം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഈ പെൺകുട്ടിയെ അവിടെ എത്തിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ കരുതി കൂട്ടിയുള്ള ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ പരാതി ഇതിനുശേഷം പാനിക് അറ്റാക്ക് ഉണ്ടായി എന്നും ശരീരത്തിൽ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടായി എന്നും ഇതൊന്നും പരിഗണിക്കാതെ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും പ്രകടമാക്കാതെ റെഡിയായാൽ പോകാമായിരുന്നു എന്ന നിലയ്ക്കാണ് പ്രതികരണം ഉണ്ടായതെന്ന് പറയുന്നു. അതുവരെയും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയോടാണ് ഈ ക്രൂരമായ റേപ്പിന് ശേഷമുള്ള പ്രതികരണം എന്നതുകൂടി ഈ പരാതിയിൽ വ്യക്തമാക്കപ്പെടുകയാണ്.